ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ചെമ്മീൻ ബിരിയാണിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടും സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ചെമ്മീൻ എടുത്തിട്ടുണ്ട്, ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ ഇട്ടിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ ചെമ്മീനാണ്. അപ്പോൾ നമ്മൾ അരമണിക്കൂറെങ്കിലും നമ്മളിത് മാരിനേറ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. മസാല ചെമ്മീനിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ മസാല റെഡിയാക്കുമ്പോൾ ഇടുന്നത് കൊണ്ട് ഇപ്പോൾ ഇടുന്നില്ല. ഇപ്പോൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മീനിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ ചെമ്മീനായിട്ട് ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാണ് ഒന്നുകൂടി നല്ലത്. ടേസ്റ്റ് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ബാക്കി വരുന്ന വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് മസാല റെഡിയാക്കുമ്പോൾ എടുക്കാവുന്നതാണ്. ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം നമ്മൾ തിരിച്ചിട്ടു. ഇത് ആയി കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം. ഇതായിട്ടുണ്ട്, നമ്മളിത് കോരി മാറ്റുകയാണ്. രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളത് വെളിച്ചെണ്ണയിൽ കോരി മാറ്റുകയാണ്. നമുക്ക് മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനുവേണ്ടി 2 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. നമ്മളെടുക്കുന്ന ഫിഷിൻ്റെയും റൈസിൻ്റെയും ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് സവാളയുടെ എണ്ണം കുറയ്ക്കുക കൂട്ടുക ചെയ്യാം. ഇപ്പോൾ 2 മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. നമുക്ക് സവാള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയാണ്, അത്യാവശ്യം വലിയ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചെറുതായി അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് വേഗം തക്കാളി ഒന്ന് വെന്ത് കിട്ടും. നമ്മൾ ചെറുതായിട്ടാണ് ഇപ്പോൾ അരിഞ്ഞെടുക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. നല്ല പഴുത്ത തക്കാളിയാണ്, അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണ്. നമ്മളിതിന് തൈരും വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയില, പുതിനയിലയാണ്. നമ്മളൊന്ന് അരിഞ്ഞെടുക്കുക. നമുക്ക് കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവസാനം ദമ്മിടുന്ന സമയത്ത് നമുക്ക് റൈസിൻ്റെ മുകളിൽ ഇടാവുന്നതാണ്. കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കാം. ഇത് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം. രണ്ടും ഒരുമിച്ചാണ് അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് പാൻ വെച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഒലിവ് ഓയിലാണ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളത്. നമ്മൾ ഒലിവ് ഓയിലാണ് റെഡിയാക്കുന്നത്. ചൂടായുള്ള എണ്ണയിലേക്ക്, ഒലിവ് ഓയിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച് സവാള ഇടുകയാണ്. നന്നായി വഴറ്റി കൊടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ സവാള നന്നായി വഴറ്റി കൊടുക്കണം.
പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. നന്നായി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്തിട്ട് തക്കാളി ഒന്ന് വെന്ത് വരുന്ന വരെ നന്നായി വഴറ്റിയെടുക്കണം. നമ്മൾ പൊടികൾ ആഡ് ചെയ്യാം. നമ്മളിതിൽ ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതാണ് ആഡ് ചെയ്യുന്നത്. നന്നായി വഴറ്റിയെടുക്കുക. മുളക് പൊടി നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് മുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയാണ് ആഡ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ലൈം ജ്യൂസ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മല്ലിയില പുതിനയില അരിഞ്ഞ് വെച്ചത് ചേർക്കാം. ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് മിക്സായി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ആഡ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയിൽ ചെമ്മീൻ കുറച്ച് നേരം അങ്ങനെ കിടന്ന് മസാല ഒക്കെ പിടിക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് അരിക്കുള്ള റൈസിനുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ വെള്ളം ചൂടാൻ വെച്ച് അതിൽ ബേ ലീഫ്, പട്ട, ഏലക്ക, തക്കോലം, ഗ്രാമ്പു എന്നിവ ആഡ് ചെയ്യുക. എന്നിട്ട് ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പിടുക. കുറച്ച് ലൈം ജ്യൂസ് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരിയാണ് നമ്മളിടുന്നത്. ഒന്ന് ഒട്ടിപ്പിടിക്കാതെ വേറെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അരി വറുത്ത് വെച്ചിരുന്നു. അത് നമ്മൾ ഇതിലേക്കാണ് നമ്മൾ ജീരകശാല റൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ വെള്ളത്തിലേക്ക് ചൂടായിലേക്ക് ആഡ് ചെയ്തു. ഇതൊന്ന് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, ഊറ്റിയെടുക്കുകയല്ല, വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നെയ്ച്ചോറ് പോലെ നമ്മൾ അടച്ച് വെച്ചു. റൈസ് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളത് ദമ്മിടുകയാണ്. നമ്മൾ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ട് 2 സ്റ്റെപ്പായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് റൈസ് ആദ്യം ആഡ് ചെയ്തിട്ട് പകുതിയോളം റൈസ് ആഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് മസാല മേലെ ഇട്ടിട്ട് പിന്നെ വീണ്ടും റൈസ് ഇടുക, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാല ഇതിൻ്റെ മേലെ ഇടുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിൽ റൈസ് ഇടും. മസാല എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡാക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ള റൈസും കൂടി ഇതിലിടുകയാണ്. നമ്മൾ മുകളിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മല്ലിയില പുതിനയില മിക്സ് നമ്മൾ ഇടുകയാണ്. നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് വേണമെങ്കിൽ ലോ ഫ്ലെയിമിൽ ഒന്ന് വയ്ക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ദമ്മ് ആക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് എല്ലാ കട്ടിയുള്ള പാത്രത്തിൻ്റെ മേലെങ്ങാനും വെച്ചിട്ട് കുറച്ച് നെയ്യ് തൂവി കൊടുക്കുന്നുണ്ട്. ഒന്ന് ദമ്മാക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് അടി പിടിക്കാതെ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ദമ്മാക്കിയെടുക്കാം കട്ടിയുള്ള പാത്രത്തിൻ്റെ മുകളിൽ. ഇപ്പോൾ നമ്മളെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊന്ന് ഇളക്കി നോക്കുകയാണ്. നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. എല്ലാവരും റെഡിയാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇത് കഴിക്കാനായിട്ട് റെഡിയാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.